ഈ കാര്യത്തിനെ കുറിച്ചിട്ട് ഞാൻ എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവൻ എല്ലായ്പ്പോഴത്തെയും പോലെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. എൻ്റെ പേരൻസൊക്കെ ആദ്യം എൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം, പ്രായത്തിനെ റെസ്പെക്റ്റ് ചെയ്യണം, സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സമയം വരെയൊക്കെ ഞാനത് ശരിയാണോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ റെസ്പെക്റ്റ് എന്നുള്ളത് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു ഏജിനെയാണോ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്, അതോ അവർ ചെയ്യുന്ന പല പ്രവർത്തികളെയാണോ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ രണ്ട് തരം, ഒരു റോഡിലൂടെ രണ്ട് തരം ആൾക്കാർ പോവാം. ഇപ്പോൾ ഒരു 10-15 വയസ്സായിട്ടുള്ളൊരു കുട്ടി, ആ കുട്ടി ഇപ്പോൾ വീട്ടിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ മുന്നിലൂടെ അത് വിൽക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കാം. ആ കുട്ടിയോട് അത് എന്നെക്കാളും താഴെയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ എനിക്ക് ആ കുട്ടിയോട് തോന്നുന്നത് ഒരു റെസ്പെക്റ്റ്. അവിടെ ഏജ് അല്ലല്ലോ നമ്മൾ പരിഗണിച്ചു കൊടുക്കുന്നത്. ഈ സെയിം വഴിയിലൂടെ തന്നെ ഒരു 10, 50, 55, 70 വയസ്സുള്ളൊരു ആൾ പോവുകയാണ്. അദ്ദേഹം കള്ളു കുടിച്ച് വഴക്കുണ്ടാക്കി സ്ത്രീകളെ ഉപദ്രവിച്ച് നടക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയോട് നമുക്ക് തോന്നുന്നത് എന്താണ്? അവർക്ക് ഏജ് ഉണ്ട്, അപ്പം അദ്ദേഹത്തിനോട് നമുക്ക് റെസ്പെക്റ്റ് തോന്നും. ഇപ്പോൾ ഇവിടെ ഏജിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. എനിക്ക് അന്ന് പറഞ്ഞിരുന്നത് ഞാനത് അക്സെപ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ ചിന്താഗതിയിൽ ചെറിയ അപ്ഡേഷൻ വരുമല്ലോ. എനിക്കിപ്പോൾ തോന്നുന്നത് അങ്ങനെ ഏജിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണോ ഒരു വ്യക്തി, ആ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെറുതാണോ വലുതാണോ എന്നില്ല, നമ്മളെക്കാട്ടിലും ഇളയതാണോ നമ്മളെക്കാട്ടിലും പ്രായം കൂടുതലാണോ എന്നുള്ളതിലല്ല നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ടത്. അവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ എന്നോട് അല്ലെങ്കിൽ നമ്മളോട് എന്നല്ല, അവർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന് മാത്രം റെസ്പെക്റ്റ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു ചിന്താഗതിയിൽ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ശരി, താങ്ക് യു, ബൈ ബൈ, സീ യു.